എൻ്റെ ജില്ലയിലാണ്. PT ഉഷ ഓടി വളർന്ന പയ്യോളി സ്കൂൾ ഗ്രൗണ്ട് ഒരു അമ്പല കമ്മിറ്റിക്കാർ കയ്യേറി. അത് നെടുക പടർന്നു. അതിപ്പോഴില്ല. ഇനിയൊരു PT ഉഷ അവിടെ നിന്ന് ഉയർന്നു വരില്ല ആ മികച്ച ഗ്രൗണ്ടിൽ നിന്ന്. പണ്ട് സന്തോഷ് ട്രോഫിയോ ഫെഡറേഷൻ കപ്പൊക്കെ നടന്നു ചാലക്കുടിയിലുള്ള വലിയ ഫുട്ബോൾ മൈതാനം, വലിയ ടൂർണമെൻറ്റ് നടക്കുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ വല്ല ആരാധനാലയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുക്കുമെങ്കിലും അത് നെടുക പടർന്നുകൊണ്ടാണ് റോഡ് വികസനം കൊണ്ടുവന്നത്. റോഡ് ആ കളിക്കളങ്ങൾ സംരക്ഷിക്കണ്ടേ? എനിക്കറിയാവുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിലെ പ്രധാനപ്പെട്ട, അവിടുത്തെ ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ, മഹോത്സവങ്ങളൊക്കെ നടക്കുന്ന, വലിയ ടൂർണമെൻറ്റുകൾ നടക്കുന്ന ഒരു മൈതാനം ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റി. ഞാൻ പറഞ്ഞിട്ട് ആരെയും വിഷമിപ്പിക്കണം എന്നുള്ള പേര് പറയാത്ത, അത് മാറ്റി. നമ്മുടെ സ്കൂളുകളിലുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും പ്രദേശത്തുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന സ്പേസുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ ഗ്രൗണ്ടുകൾ. പ്രീ-ഡിഗ്രി കോളേജിൽ നിന്ന് ഡീലിംഗ് ചെയ്ത് സ്കൂളിലേക്ക് വന്നപ്പോൾ +2 കെട്ടിടങ്ങൾ കെട്ടാനെന്ന പേരിൽ ഒരു കാഴ്ചപ്പാടുമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർ, അവിടുത്തെ അക്കാലത്തെ പ്രധാന അധ്യാപകർ, അവരാരായാലും ക്രിമിനൽ കുറ്റം ചെയ്തവരാണ്. അവർ ഈ സ്കൂൾ മുഴുവൻ നശിപ്പിച്ച് അവിടെ പോട്ട കെട്ടിടങ്ങൾ കെട്ടി. ഇപ്പോൾ സ്കൂളുകളിൽ പിന്നെ പൊതു സ്ഥലങ്ങളിൽ കളിക്കാൻ കുട്ടികൾക്ക് സ്ഥലമില്ല. ചില പ്രൈമറി സ്കൂളുകളിൽ ഇപ്പോഴും കാണാം സർക്കാർ ഓഫീസുകൾ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ മുമ്പ് സ്കൂളൊക്കെ അടച്ചുപൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് തുടങ്ങിയിട്ടതാണെങ്കിലും ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവിടെ കാർ ഷെഡ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലത്ത് കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ പബ്ലിക് സ്പേസുകൾ, ഓപ്പൺ സ്പേസ്, കളിക്കളങ്ങൾ, ഇതെല്ലാം തന്നെ തുടർച്ചയായി നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആലോചനയില്ലാതെ, അതായത് നമ്മുടെ വികസനം എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ കൃഷിയും വ്യവസായവും അടിസ്ഥാന സൗകര്യ വികസനം, റോഡും പാലവും കെട്ടിടങ്ങളും ആശുപത്രിയും സ്കൂളും എല്ലാം ചേരുന്നതാണ്. പക്ഷെ മനുഷ്യ ജീവിതത്തെ സമഗ്രതയിൽ കാണണം. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വളരെ ശാന്തവും സ്വച്ഛന്തവുമായിട്ടൊരു ജീവിത പ്രവാഹം ഉറപ്പുവരുത്താൻ ഉതകും വിധത്തിലുള്ള ആസൂത്രണവും അതുപോലെ നിർമ്മാണവും നിർവഹണവും ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം കൂടിയാലോചന പോലുമില്ലാതെ ഒന്നുണ്ടാക്കുന്നു മറ്റോ തകർക്കുന്നു എന്ന രീതി വല്ലാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഗവൺമെൻറ് ചെയ്യേണ്ടല്ല. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ, സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴാണ് സമൂഹത്തിലും അത്തരം പ്രചോദനങ്ങൾ ജനപദങ്ങളിൽ ഉണ്ടാവുക, റെസിഡൻസ് അസോസിയേഷനുകൾക്കുണ്ടാവുക, സാംസ്കാരിക സംഘടനകൾക്ക് പ്രചോദനം ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് പൊതു ഇടങ്ങൾ ഇല്ലാതാവുന്ന സാഹചര്യം വല്ലാതെ വരും.